ഇത് മുകളിൽ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ അടിച്ചൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമ്മൾ ഈ മോൾഡിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഇനി റെസിൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത റെസിൻ ആർട്ട് കാണാം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കായിട്ട് വന്നില്ല കേട്ടോ. നമ്മളെ സിലിക്കോൺ മോൾഡ്, അതായത് റെസിൻ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിലിക്കോൺ മോൾഡ് എങ്ങനെ നിർമ്മിക്കാന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ റെസിൻ ആർട്ടിന് വേണ്ടി നമ്മൾ സാധാരണ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് അവിടെ കിട്ടുന്ന മോൾഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെസിൻ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് കയ്യിൽ ഷേപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിന് മോൾഡ് ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പോൾ മോൾഡ് അത് മാത്രമല്ല 10 മിനിറ്റ് കൊണ്ട് ഡ്രൈ ആവുന്ന ഒരു മോൾഡാണ്. അപ്പോൾ അതാണ് ഞാനിന്ന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പരീക്ഷണം നടത്തി അത് ഓക്കെ ആയിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാൻ പോകുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചെന്ന് പറയുമ്പോൾ ഈ പാത്രത്തിൻ്റെ ഒരു ഹാഫ് ഭാഗം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഷാമ്പു മിക്സ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളത്തിലോട്ട് ഷാമ്പു മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഷാമ്പു എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കൈ അതിൽ മുക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ലൂബ്രിക്കേഷൻ അനുഭവപ്പെടണം. അതൊരു അതുവരേക്കും നമ്മൾ ഷാമ്പു മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഏത് ഷേപ്പാണോ നമ്മൾ ഈ മോൾഡ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് വെച്ചാൽ ആ ഷേപ്പിൽ നമ്മൾ ഓയിൽ പുരട്ടണം. ഇനി നമ്മൾ സിലിക്കോൺ എടുക്കുക. ഈ സിലിക്കോൺ എടുത്തിട്ട് ഇതുപോലെ ഒരു ഗണ്ണിൽ വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലൗ യൂസ് ചെയ്തോ. മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നെക്കി പിഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിനെടുത്തിട്ട് നമ്മളെ ഷേപ്പിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് പരത്തി പ്രസ് ചെയ്യണം. കാരണം നമ്മുടെ ഷേപ്പിൻ്റെ അകത്ത് എന്തൊക്കെ ഡിസൈൻ വരുന്നുണ്ടോ ആ ഡിസൈൻ എല്ലാം ഇതിൽ പതിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടിത് പ്രസ് ചെയ്യണം. പക്ഷേ ഒരു ഗ്യാപ്പോ ഒന്നും പാടില്ല, എല്ലാം കവറായിരിക്കണം.
ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫിനിഷിങ് ഘട്ടം എത്തി. ഇപ്പം നമ്മൾ ഫിനിഷ് ചെയ്ത് നമ്മുടെ കയ്യിലോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല, സിലിക്കോൺ ആയിട്ടില്ല. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ്. ഇനി നമ്മളൊരു 10-15 മിനിറ്റ് നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വിടാം. ഓക്കെ, ഇപ്പം നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മോൾഡ് എടുത്ത് നോക്കി, ഏകദേശം റബ്ബറായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ പോരി അങ്ങനെയൊന്നുമില്ല, റബ്ബറായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്യാപ്പോ കാര്യങ്ങളോ അടിഭാഗത്ത് ഗ്യാപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അവിടെയൊക്കെ ഫില്ല് ചെയ്യുക. ഇത് ഡ്രൈ ആയതിൻ്റെ ശേഷം നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് സിലിക്കോൺ ഇതിമേ സെപ്പറേറ്റ് ആയി നിൽക്കുമൊന്നും ടെൻഷൻ വേണ്ട. ഇതിമേ സിലിക്കോൺ എന്ത് ചെയ്യും, പിടിക്കും. അത് നമ്മളെ കയ്യിൽ റിട്ടേൺ പോരൊന്നുമില്ല. നമ്മൾ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗമൊക്കെ നമ്മൾ ആ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിടുക. അപ്പോൾ നമ്മൾ ഫുൾ റബ്ബറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്കത് കൈയോട് തൊട്ട് നോക്കിയാൽ റബ്ബറായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ടൈം നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ വെച്ചു. ഇപ്പോൾ മോൾഡ് സെറ്റ് ആയിട്ടുണ്ട്, റബ്ബറായി മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് റിമൂവ് ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു ഷേപ്പ് ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ സിലിക്കോൺ ഒരിക്കലും നമ്മളുടെ ഈ ഷേപ്പിലോട്ട് ഒട്ടിപ്പിടിച്ചിട്ടില്ല. കറക്റ്റായിട്ട് അത് പ്രോപ്പറായിട്ട് അത് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷേപ്പൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക, കത്രിക വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കുക, ഫിനിഷ് ചെയ്യുക. ഇത്ര വേണ്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ മോൾഡ് കാണുമ്പോൾ, നമ്മൾ സാധാ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന മോൾഡ് കാണുമ്പോൾ അത് പുറം ഭാഗം നല്ല ഫിനിഷിങ് ഉണ്ടാകും. പക്ഷെ അത് സിലിക്കോൺ ലിക്വിഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ സിലിക്കോൺ പേസ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വ്യത്യാസമാണ്. നമുക്ക് ഉൾഭാഗമാണ് ഫിനിഷിങ് വേണ്ടതല്ല, പുറം ഭാഗമല്ല, നമ്മൾ ഉൾഭാഗമാണ് ഫിനിഷിങ് വേണ്ട. അത് മാത്രം നോക്കിയാൽ മതി. നമ്മളിതിലോട്ട് റെസിൻ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആർട്ട് വർക്ക് ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് നോക്കാം റിസൾട്ട്. അപ്പോൾ ഞാനിത് റെസിൻ ഒഴിച്ചു കൊടുത്ത് ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ആർട്ട് നമ്മൾ ഈ മോൾഡിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് നോക്കി വെക്കാം എത്രത്തോളം ഫിനിഷിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. കണ്ടോ, എനിക്കിത് പെട്ടെന്ന് തന്നെ ഇതിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ഒന്നും ഇവിടെ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മൾ സാധാ റെസിൻ ആർട്ട് ചെയ്യുന്ന മോൾഡ് തന്നെയാണ്, റബ്ബർ തന്നെയാണിത്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തെടുത്തു, വളരെ കൂളായിട്ട് റിമൂവ് ചെയ്തെടുത്തു. ഒരു കുഴപ്പമില്ല, നല്ല ഫിനിഷിംഗ് ഉണ്ട്. എനിക്കിത് നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.